എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് BR ഗവായ്. ദൈവത്തോട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെടുക എന്ന ഗവായിയുടെ പ്രസ്താവന വിവാദമായിരുന്നു. ഇതിന് പിന്നാലെയാണ് ചീഫ് ജസ്റ്റിസിന്റെ പുതിയ നിലപാട് വ്യക്തമാക്കൽ. ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലു, നേരത്തെ പ്രസ്താവന ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ പിന്നാലെ വരുന്ന അത് തിരുത്തുന്ന നിലയിലാണോ കാണേണ്ടത്? പ്രതീക്ഷ, മധ്യപ്രദേശിലെ ഖജുരാവിലെ ജബാരി ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ മൂർത്തി ആ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ഒരു ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് 7 അടി ഉയരമുള്ള ഈ വിഷ്ണുവിൻ്റെ ഈ പ്രതിഷ്ഠ അത് മുഗൾ ഭരണകാലത്ത് തകർക്കപ്പെട്ടതാണെന്നും അത് പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കായി വന്നത്. തുടർന്ന് ഈ ഹർജി തള്ളിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരുന്നത് ഇത് ASIയുടെ, അതായത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഭൂമിയിൽ ഉള്ളതാണ്, അതുകൊണ്ട് കോടതിയല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ ഹർജിക്കാരനോട് പറഞ്ഞത്, നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെന്നല്ലേ ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിക്കൂ എന്നായിരുന്നു ഗവായി പറഞ്ഞിരുന്നത്. വളരെ ഒരു ലളിതമായ രീതിയിലായിരുന്നു അദ്ദേഹം ആ പരാമർശം നടത്തിയിരുന്നത്. പക്ഷേ ആ പരാമർശം പിന്നീട് വലിയ വിവാദമായിരുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായി ഹിന്ദു മതത്തെ അപമാനിക്കുകയും അതുപോലെ തന്നെ ഹിന്ദു മതത്തെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായി. ചീഫ് ജസ്റ്റിസ് മാപ്പ് പറയണമെന്ന ഒരു ആവശ്യം വരെ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് ഒരു കേസ് പരിഗണിക്കുന്നതിന് ചീഫ് ജസ്റ്റിസ് തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എല്ലാ മതങ്ങളെയും ഈ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്, ഏതെങ്കിലും ഒരു മതത്തിനെ അപമാനിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്താണോ പറഞ്ഞത് അതെല്ലാം ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ആ സമയം കോടതിയിലുണ്ടായിരുന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആകട്ടെ ഈ ന്യൂട്ടന്റെ 3ാം സിദ്ധാന്തം, 3rd law ഓഫ് ന്യൂട്ടനാണ് ആ സമയത്ത് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം പറഞ്ഞത്, പണ്ടൊക്കെ ന്യൂട്ടൻസ് 3rd law പറയുന്നത് പോലെ തന്നെ ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്നാണ്. പക്ഷേ നിലവിൽ സ്ഥിതി ഈ സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രയും പ്രചരിക്കുന്ന സമയത്ത് എവരി ആക്ഷൻ ഹാസ് എ ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ ഫ്രം സോഷ്യൽ മീഡിയ എന്നും ഈ സോളിസിറ്റർ ജനറൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ചീഫ് ജസ്റ്റിസ് ഈ വിവാദത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താൻ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നു എന്നാണ്. പ്രജീഷ്.